പോക്ക പോക്ക കാര്യം പോക്ക കോമഡിയൊന്നും കേൾക്കുന്നില്ല. ഇങ്ങനെ പോയാൽ എങ്ങനെയാകും പാരഡി ആരും കേൾക്കുന്നില്ല. ഓ നമ്മുടെ കേശവ മാമ, ഓ ഓ നമ്മുടെ കേശവ മാമ, ഓ നമ്മുടെ കേശവ മാമ, ഓ ഓ നമ്മുടെ കേശവ മാമ. പോക്ക പോക്ക കാര്യം പോക്ക കോമഡിയൊന്നും കേൾക്കുന്നില്ല. ഇങ്ങനെ പോയാൽ എങ്ങനെയാകും? മതി 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 മതി. പ്രിയമുള്ളവരെ, മനസ്സിൽ കരുണ പറ്റാത്ത കാരുണ്യത്തിന്റെ പ്രതീകങ്ങളെ വളരെയധികം സങ്കടത്തോടു കൂടിയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിൽക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട കേശവ മാമൻ അദ്ദേഹത്തിന്റെ പാരഡികളും അദ്ദേഹത്തിന്റെ കൗണ്ടറുകളും ഏൽക്കാതെ വന്നപ്പോൾ മാനസികമായും ആരോഗ്യപരമായും അദ്ദേഹം ആകെ തളർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും, ഞങ്ങൾ പണമല്ല ചോദിക്കുന്നത്, നിങ്ങളിലുള്ള കൗണ്ടറുകളാണ്. നിങ്ങൾ തരുന്ന ഓരോ കൗണ്ടറുകൾ അദ്ദേഹത്തിന് വീണ്ടും വേദിയിലേക്കും ജീവിതത്തിലേക്കും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് അകമഴിഞ്ഞ് നിങ്ങളുടെ കയ്യിലുള്ള കൗണ്ടറുകൾ ഞങ്ങൾക്ക് തരിക. അതിനുള്ള ഒരു ധനസഹായത്തിന്റെ കൗണ്ടറിന്റെ പരിപാടിയാണ് ഞങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ കൗണ്ടറുകളും ഒരു കുറിപ്പിൽ നിക്ഷേപിച്ച് ഞങ്ങൾക്ക് തരിക. ഹലോ, അതെ, ആ കേശവ മാമന്റെ കൗണ്ടർ സഹായ നമ്പറാണിത്. എന്ത് ആണോ? താങ്ക് യു സർ, താങ്ക് യു. ഡയാന, ഒരു ഓഫർ വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഓഫർ അല്ലല്ലോ, കൗണ്ടർ അല്ലേ? അതെ, കൗണ്ടർ തരാമെന്ന് ഒരാൾ ഏറ്റിട്ടുണ്ട്. പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്. എന്താ കേട്ടില്ല കേട്ടില്ല. എന്താ? ഡയാന ഒരു ഉമ്മ കൊടുക്കണം. ഡയാന ഒരു ഉമ്മ കൊടുക്കണം. ഉമ്മ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലോഡ് കൗണ്ടർ വരാന്ന്. ഡയാന, നമ്മുടെ കേശവ മാമന് വേണ്ടിട്ടല്ലേ, ഒന്ന് സഹകരിക്ക്. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ. ശരി, ആർക്കാ കൊടുക്കണ്ടേ? പുഷ്പക്ക്. പുഷ്പ ചേച്ചിക്കാണോ? ചേച്ചിക്കല്ല, പുഷ്പരാജ്. അതൊക്കെ തെലുങ്ക് പടത്തില് ഇവിടെ കൂടെ വന്നു. അല്ല, നമ്മുടെ കേശവ മാമന് വേണ്ടിട്ടല്ലേ. ഞാൻ വിളിക്കാം. പുഷ്പരാജ്. പുഷ്പരാജ്. ഇയാൾക്ക് ഞാൻ ഉമ്മ കൊടുക്കില്ല, കാരണം ഇയാളുടെ പേര് പെണ്ണിന്റെ പേരാണ്. അതെന്റെ പാരമ്പര്യം അങ്ങനെയാ. എന്റെ ഡാഡിയുടെ പേര് ഗിരിജ എന്നാണ്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തനിക്ക് ഉമ്മ തരുന്ന കാര്യം ആലോചിക്കാൻ വേണ്ട, തരില്ല. ഡയാന അങ്ങനെ പറയല്ല. കാരണം വെച്ചാൽ ഡയാന ഉമ്മ കൊടുക്കാന്നുള്ള ഒറ്റ വാക്കിന്റെ പുറത്താണ് ഏറ്റവും വലിയ സത്യം. പടം മാറിയില്ലത്. ഇല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. തനിക്ക് ഞാൻ ഉമ്മ തന്നിട്ട് ആ കൗണ്ടർ എങ്ങാനും ചീറ്റിപ്പോയാലോ? ഉമ്മ തിരിച്ചു. അല്ല, ഈ പുഷ്പേ, ഡയാന പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഉമ്മ തന്നിട്ട് നിങ്ങൾ പറയേണ്ട കൗണ്ടർ ചീഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ആകെ പ്രശ്നമില്ല. അപ്പോൾ ആദ്യം നിങ്ങൾ വേണ്ട, അതങ്ങനെയല്ല. നിങ്ങൾ ആദ്യം കൗണ്ടർ പറയൂ. നിങ്ങളുടെ കൗണ്ടർ നല്ല കൗണ്ടർ ആണെങ്കിൽ ഞങ്ങൾ പറഞ്ഞ വാക്ക് ഞങ്ങൾ പാലിച്ചിരിക്കും. ആണോ? കൗണ്ടർ വരട്ടെ. ഇവിടെ കിടന്ന് മരിക്കരുത്, പറയാനുള്ളൂ. ഓക്കെ, ഒരാളൊരു ജോൽസിന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് ജോൽസിനോട് പറഞ്ഞു, എന്റെ ഭാര്യ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നു എന്ന്. അപ്പോൾ ജോൽസൻ പറഞ്ഞു, നിനക്ക് ഞാനൊരു ചെരട് ജപിച്ചു തരാന്ന്. അപ്പോൾ ഇയാള് പറഞ്ഞു, ഒന്നല്ല 2 എണ്ണം വേണമെന്ന്. അപ്പുറത്തെ വീട്ടിലെ രാഘവനെ കേട്ടാനല്ലേ? അല്ലെങ്കിൽ അങ്ങേരെ ഇങ്ങോട്ട് വരും. അല്ല, അത് എങ്ങനെ അറിയാ? ഇത് പണ്ട് സ്റ്റാമ്പിൽ ഒട്ടിച്ച് വന്നിരുന്ന കോമഡിയാണ്. കേട്ട് പഴകിച്ചതാ. നന്നായി താണു. ഞാൻ കേറ്റി വെച്ചാണല്ലോ. അല്ല, അത് എങ്ങനെ വെച്ചാലും സംഗതി താണു. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു. നിങ്ങൾ ആ പറഞ്ഞ കൗണ്ടർ, അത് നിങ്ങളത് ശരിക്കും ഏറ്റവും നിങ്ങൾക്ക് തോന്നണ്ടോ? താണു. ചെറുതായിട്ടല്ല, നല്ലോണം താണു. അതിന്റെ ആ ചമ്മലൊക്കെ മുഖത്തുണ്ട് ശരിക്കും. അപ്പൊ അടുത്ത് പറയുമ്പോ ആലോചിച്ചു പറയണ. എന്താണെന്നറിയാമോ? ഉമ്മ കിട്ടുന്ന കേസാണ്, മനസ്സിലായ? അത് ഞാൻ നിൽക്കുന്നുണ്ട്. ഇത് പറഞ്ഞു ഞാൻ വേറൊരു ഉമ്മ തരാം. എനിക്ക് കൗണ്ടർ മതി, എനിക്ക് കൗണ്ടർ മതി. രക്ഷയില്ല, നിങ്ങളത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൈയടിച്ചിട്ട് തുമ്മലുള്ള ഒരാൾ ഡോക്ടറെ അടുത്ത് തന്നു. എന്നിട്ട് ചോദിച്ചു, തുമ്മലുള്ള എനിക്ക് നിങ്ങൾ എന്തിനാ വയറിളകാനുള്ള ഗുളിക തന്നേന്ന്. അപ്പോൾ ഡോക്ടർ, വയറിളക്കമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബലം പിടിച്ച് തുമ്മാൻ പറ്റില്ലല്ലോ. ഉമ്മ കിട്ടാൻ പറ്റിയ കൗണ്ടറാ.
എടാ അതെ ഈ ഇങ്ങനെ ഈ വയറിളക്ക കോമഡിക്കൊന്നും ഇവിടെ ഒന്നും ഉമ്മ കൊടുക്കാൻ പറ്റുന്നില്ല. പോയി ഇവിടുന്ന് ഞങ്ങൾക്ക് വേറെ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് പോയില്ല ഇവിടെ കിടന്ന് താഴല്ല ഇവിടെ കിടന്ന് ഉരുണ്ട് പരണ്ടും ആകെ ചളാക്കി കളഞ്ഞുണ്ട്. പിന്നെ താഴത്തില്ല എന്ന് പറഞ്ഞാ പോയി എനിക്ക് ഉമ്മ വേണം. ഉമ്മ വേണം രമേശേട്ടാ. ഉമ്മ രമേശേട്ടാ ഉള്ളിന്റെ ഉമ്മ എനിക്ക് വേണ്ട. പോടോ രമേശേട്ടാ. എന്താ ചേട്ടാ എന്താ പ്രശ്നം? എന്താ ഡയാന ഇത് ഇയാള് പറയുന്നത് 2 കൗണ്ടർ പറയുന്നതിന് ഞാൻ ഇയാൾക്ക് ഉമ്മ കൊടുക്കണം എന്ന്. ഇവിടെ അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു? ഞാൻ ഇവിടെ ഇത്രയും നാൾ ഇത്രയും കൗണ്ടർ പറഞ്ഞിട്ട് ഡയാനക്ക് എന്റെ കാര്യത്തിൽ അങ്ങനെ തോന്നിട്ടുണ്ട്. ഇപ്പൊ വളരെ മോശമല്ലേ ഡയാന? അങ്ങനെ എനിക്കൊക്കെ എന്തോ ഒരു ഉമ്മ തരാനുണ്ട് ഡയാന. അത് ഡയാന ചെയ്തില്ലല്ലോ. വളരെ മോശമാണ് ഡയാന. ഡയാന ഇപ്പൊ ഒരു തീരുമാനം പറഞ്ഞു. ഇന്നലെ കണ്ട ഇവനാണോ വലുത്? ഇത്രയും നാൾ ഇവിടെ ഇരുന്ന് കൗണ്ടർ പറഞ്ഞ ഞാനാണോ ഡയാനക്ക് വലുത്? അയ്യോ അത് ചേട്ടൻ തന്നെയാണ് വലുത്. ബോഡി ഷേമിംഗ് പാടില്ലട്ടോ. എടോ ചേട്ടൻ വലുതാന്ന് പറഞ്ഞത് അങ്ങനെയല്ല, മനസ്സുകൊണ്ട് എനിക്ക് വേണ്ടപ്പെട്ടതാണ് ചേട്ടൻ. ഇത് ആരേത്? പുഷ്പരാജ്. താഴത്തില്ല. പുഷ്പരാജ്, നിന്റെ വീട്ടുപേരെന്താ? എന്നാ പറ്റിയേ? ഞാനൊന്നും പറഞ്ഞില്ല. ഇപ്പൊ വെറുതെ കാര്യമായിട്ട് പിന്നെ ആക്ടിങ് ചെയ്ത് ഞാനൊന്നും തൊട്ടിട്ടില്ല. ഷാരടിക്ക് അറിയാൻ പാടില്ല എന്നിട്ടാ ഈ പുഷ്പരാജ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉയർന്നു വന്ന സമയത്തുണ്ടല്ലോ, ഏത് ടൈമിലും മുല്ലേരി മാമൻ വന്നിട്ട് നിന്റെ വീട്ടുപേരെന്താണ് അതോടുകൂടി ഞാനിത് അറിഞ്ഞു ചോദിച്ചല്ലേ, ഞാൻ പുള്ളിനെ പരിചയപ്പെടാൻ വേണ്ടി ചോദിച്ചതാ. മോശമായി പോയി, ഭയങ്കര മോശമായി പോയി. ഇട്ടോ അവന്റെ ചെരുപ്പ് ഇവിടെ കിടപ്പുണ്ട്. അയ്യോ മോനേടാ, നിന്റെ ചെരുപ്പ് ഞാൻ കൊടുത്തോളാം. മോനേടാ ചെരുപ്പ് എടുത്തോണ്ട് പോടാ. ചെരുപ്പ് വൺസ് അപ്പോൺ എ ടൈം 100 വിജയ എപ്പിസോഡുകൾ പൂർത്തിയാക്കി അതിന്റെ ജൈത്രയാത്ര തുടങ്ങുകയാണ്. 100 എപ്പിസോഡുകൾ കഴിയുമ്പോൾ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഞങ്ങളോട് പറയുകയുണ്ടായി. അവയെല്ലാം കേന്ദ്രീകരിച്ചും കേട്ടും ഞങ്ങൾ ചില ചെറിയ മാറ്റങ്ങൾ വൺസ് അപ്പോൺ എ ടൈം എന്ന ഈ പരിപാടിയിൽ ഉൾക്കൊള്ളിക്കുകയാണ്. കുറച്ചുകൂടെ നിർദോഷകരമായ തമാശകൾ പല വിധത്തിൽ ഇനി സർപ്രൈസ് എലമെന്റുകളായി നമുക്ക് ഈ എപ്പിസോഡുകൾ പ്രതീക്ഷിക്കാം. അങ്ങനെ 100-ലധികം എപ്പിസോഡുകൾ പിന്നിട്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കുമ്പോൾ നമ്മളോടൊപ്പം ഈ ചിരി യാത്രയിൽ പങ്കുചേരാൻ എത്തുന്ന നമ്മുടെ വിശിഷ്ട അതിഥി. ചില കാര്യങ്ങൾ ഡയാന, ആൾക്കാർ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്, സയൻസിൽ വിശ്വസിക്കുന്നുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് അധ്വാനിക്കുക, സിനിമയിൽ ഒരുപാട് കഷ്ടപ്പെടുക, സിനിമയെ ഒരുപാട് സ്നേഹിക്കുക, ഇത് ചെയ്യുമ്പോൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സിനിമ നമുക്കത് തിരിച്ചു തരും എന്ന് സിനിമയ്ക്കുള്ളിൽ തന്നെയും പുറത്തുമൊക്കെ പറഞ്ഞു കേൾക്കുന്ന വാചകങ്ങളുണ്ട്. അങ്ങനെ ചിന്തിച്ചാൽ ഒരു പക്ഷേ സിനിമയിൽ ഒരുപാട് കഷ്ടപ്പെട്ടു, അത് ക്യാമറയ്ക്ക് പിന്നിലാണ്. അപ്രതീക്ഷിതമായി ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നു. ക്യാമറയ്ക്ക് മുന്നിലെത്തിയ ശേഷം മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള ഒരു നടനായി മാറിയ ഒരു മികച്ച കലാകാരൻ, അഭിനേതാവ്, സംവിധായകൻ ഒക്കെയാണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നത്. ഒരു തലമുറ മുഴുവൻ ചാഞ്ചാട്ടം മുതൽ കാസർഗോഡ് കാതർബായി മുതൽ കൺഗ്രാജുലേഷൻ മിസ് അനിതാ മേനോൻ പോലെയൊക്കെയുള്ള സിനിമകളുടെ ടൈറ്റിൽ കാർഡിൽ സഹസംവിധായകരുടെ പേരിനോടൊപ്പം ചേർത്ത ഈ പേര് പിന്നീട് സ്വതന്ത്ര സംവിധായകനായപ്പോൾ ആദ്യം സംവിധാനം ചെയ്ത സിനിമ ഒരു തലമുറയിൽപ്പെട്ട എല്ലാ കുട്ടികളും എല്ലാ കാലത്തും കാണുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന സിനിമയാണ്. ആ സിനിമയുടെ സംവിധായകൻ ഇന്നിറങ്ങുന്ന ഓരോ സിനിമകളിലും ഇന്നിന്റെ ഹാസ്യത്തിന്റെ നിറ സാന്നിധ്യമായി തുടരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോണി ആന്റണി ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ജോണി ആന്റണി ചേട്ടൻ. ഞാന് ഹൃദയം എന്ന് പറയുന്ന സിനിമ ഈയിടയ്ക്ക് തിയേറ്ററിൽ കാണുകയുണ്ടായി. അപ്പൊ തിയേറ്ററിൽ ഇങ്ങനെ ഈ സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ജോണി ആന്റണി ചേട്ടന്റെ മുഖം കാണുന്നു. ഞാൻ എന്റെ ചുറ്റുമുള്ളവരെയൊക്കെ നോക്കുന്നു, അവരൊന്ന് അനങ്ങിയിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് എന്തോ കിട്ടുന്നുണ്ട്, ഞങ്ങൾ ഒന്ന് തയ്യാറെടുത്തു, ഞങ്ങളെ ഈ വന്ന കലാകാരനിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു തുടങ്ങി ഒരുപാട് എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് തിയേറ്ററിലുള്ള ആൾക്കാർ മുഴുവൻ ഒന്ന് അനങ്ങിയിരിക്കുകയാണ്. ജോണി ചേട്ടൻ എന്ന നടൻ ജോണി ചേട്ടന്റെ സ്വപ്നത്തിലുണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു? അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല, ഒരിക്കലും നടക്കുമെന്ന് വിചാരിച്ചിട്ടുമില്ല. പക്ഷെ നടന്നാൽ കുഴപ്പമില്ലെന്നുണ്ടായിരുന്നു മനസ്സിൽ. പിന്നെ അത് അങ്ങനെ സംഭവിച്ചു. ഒരു പ്രത്യേക സംഭവിച്ചു. പല പറക്കും തളിക പോലെയുള്ള സിനിമയിലൊക്കെ പോലീസ് സ്റ്റേഷൻ സീനിൽ കുറെ ഹിന്ദിക്കാരെ പിടിച്ചു വെച്ചതിനകത്തുള്ള ഹിന്ദിക്കാരൻ ആൾക്കാർ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഒരുപാട് കുഞ്ഞു വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ അങ്ങനെ നോക്കിയാൽ ആദ്യം കയറി അഭിനയിച്ച വേഷം ഏതായിരുന്നു ഓർമ്മയുണ്ടോ? ഞാൻ ഈ പറഞ്ഞ നമ്മൾ ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത്, അസോസിയേറ്റ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സീനിലേക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ പുതിയൊരാളെ വെച്ചാൽ അയാൾ അഭിനയിച്ച് ഒത്തില്ലെങ്കിലോ സമയം പോയാലോ എന്നൊരു ഡയറക്ടേഴ്സ് പറയും ജോണി അത് ചെയ്യുക, അല്ലെങ്കിൽ എന്നെപ്പോലെ വേറൊരു പേര് പറയും, ഇപ്പോൾ തോമസ് ഹാജിയെ എന്ന് പറയുന്ന പോലെ. ഞാൻ ആദ്യം ചെയ്തിരിക്കുന്ന മലപ്പുറം ഹാജി മഹാനായ ജോജിയിൽ ഒരു ചുമട്ടുകാരനായിട്ട്
ഒരു ഷോട്ടില്ല. മുകേഷ് ഏട്ടൻ്റെയും അതാണ്. പിന്നീട് ഉദയവരം സുൽത്താനിൽ കൂട്ടുകാർ വേണമായിരുന്നു, മലയാളി കൂട്ടുകാർ. അപ്പോൾ ജോസേട്ടനാണ്, ജോസ് തോമസ് ജയറക്ടർ. ജോസേട്ടൻ എവിടെ കൂട്ടുകാരെവിടെ സുധീഷിന്റെ പറഞ്ഞുണ്ടല്ലോ, ആര്? ഞാനും ഉദയനും, ഉദയകൃഷ്ണൻ റൈറ്ററാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ കൂട്ടുകാരായിട്ട് അഭിനയിച്ചു. ഞങ്ങൾ എല്ലാവരും ആ സിനിമയിൽ അഭിനയിച്ചു. അങ്ങനെ പറക്കുംതലയിൽ നാടോടിയായിട്ട്, കുഞ്ഞിക്കൂനകത്ത് കുകൂനന്റെ കടയിൽ ഫോൺ ചെയ്യുന്ന ആളായിട്ട്. അപ്പോഴൊന്നും ഒരിക്കലും അഭിനയം അങ്ങോട്ട് കൊണ്ടുപോകാമെന്നൊന്നും ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. ജോണി ചേട്ടനെ കുറിച്ച് പറയുമ്പം CID മൂസ പറയാതെ നമുക്ക് പോകാൻ പറ്റില്ല. ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു കാലത്ത് അതുപോലൊരു സിനിമ ചിന്തിക്കുക എന്ന് പറഞ്ഞത് അതിന്റെ ഒരു ധൈര്യം എന്തായിരുന്നു? അത്രയും കോമഡി, രണ്ടുപേര് തമ്മിൽ വെറുതെ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒരു തമാശ വേണം എന്ന് ചിന്തിക്കുന്ന ഒരു കോമഡി. അതുകൊണ്ടാണ് ഈ പരിപാടിയിൽ നിന്ന് ജോണി ചേട്ടൻ ഇത്ര സ്പെഷ്യലാണെന്ന് ഞങ്ങൾ പറയുന്നത്. ആ ധൈര്യം എന്തായിരുന്നു? ഞാൻ എനിക്ക് 91 തുടങ്ങിയതാണ്. തുളസിദാസ് സാറിന്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് തുടങ്ങിയതാണ്. പുള്ളി തമാശ സംവിധായകനായിരുന്നു. പിന്നീട് നിസാർക്ക, ജോസ് തോമസ്, താഹ, ശശങ്കർ, അങ്ങനെ ഒരുപാട് സംവിധായകരോടെ, 10ഓളം സംവിധായകരോടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു. അപ്പൊ ഈ സമയത്ത് ദിലീപിന്റെ പടങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പ്രായത്തിൽ ദിലീപിനോട് ഉദയവര സുൽത്താന്റെ സമയത്ത് ചോദിക്കുന്നു, നീ സംവിധാനം ചെയ്യുന്നില്ലേ? അപ്പൊ ഞാൻ പറയുന്നു, ദിലീപിനെ ഒരാൾ ഡേറ്റ് തന്നാൽ ചെയ്യാം, നീ സബ്ജക്റ്റ് ആലോചിച്ചോ, നമുക്ക് ചെയ്യാം എന്ന് പറയുന്നു. അങ്ങനെ ആ സിനിമയുടെ റൈറ്റേഴ്സ് ആയിരുന്നു ഉദയനും സിബിയും. അവരുടെ ഒരു ഡോഗ് ട്രെയിനറുടെ കഥയുണ്ട്. ആ കഥ ഞാൻ കേട്ടിട്ട് ഇത് പറയുന്നു, ശരി വർക്ക് ചെയ്യാൻ പറയുന്നു. പിന്നെയും ഏറെക്കുറെ 6 വർഷങ്ങളോളം പിന്നെയും കഴിഞ്ഞിട്ടാണ് മൂസ പ്രാക്ടിക്കലായിരുന്നു. പക്ഷേ 2 കൊല്ലത്തോളം ദിലീപ് നിർമ്മിക്കാമെന്ന് കേൾക്കുന്നതിന് മുമ്പ് 2 കൊല്ലത്തോളം ഞാൻ ഈ ഉദയനെ സിബിയെയും കൊണ്ടുപോയി അത്യാവശ്യം പൈസ കടം മേടിച്ച്, അല്ലെങ്കിൽ ഞാൻ അസോസിയേറ്റ് ആയിട്ട് ചെയ്യുന്ന കാശ് ഉപയോഗിച്ച് നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി, നല്ലൊരു ഓർഡറായി. ദിലീപ് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് ഏറ്റു. പിന്നെ പക്ഷേ ചോദിച്ചാൽ ഹെവി സിനിമയാണ്. കാരണം ചുമ്മാ ഒരു കോമഡി, വെർബൽ കോമഡി അല്ല, ആക്ഷൻ കോമഡിയാണ്. ഒരുപാട് സീക്വൻസുകൾ, ഇവിടെ അടിച്ച് അവിടെ പൊങ്ങുന്നു, ഇവിടെ മുകളിൽ നിന്ന് അടിച്ച് താഴോട്ട് ഇടുന്നു, ഇതൊക്കെ പറയുമ്പോൾ എളുപ്പമാണ്. എൻ്റെയും ദിലീപിൻ്റെയൊക്കെ സുഹൃത്തുക്കളാണ് ലാൽ ജോസും റാഫി ചേട്ടൻ, റാഫി മക്കാട്ടിനും ഒക്കെ. അപ്പോൾ ദിലീപ് ഇവരോട് നമ്മൾ വൺലൈൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്ത് ധൈര്യത്തിലാണ് നീ ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്? ഇപ്പൊ ഞാനും ചോദിച്ചു. അപ്പൊ ഞാൻ അന്ന് ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ ഭീരുത്വം കാണിച്ചാൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഡയറക്ടർ ആകാൻ പോകുന്നില്ല. ഡു ഓർ ഡൈ, എനിക്കൊന്നും നോക്കാനില്ല. എനിക്കൊപ്പം എന്നെ സ്നേഹിക്കുന്ന ടെക്നീഷ്യൻസ് ഉണ്ട്, എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുണ്ട്, ഞാൻ എന്തും ചെയ്യും എന്നുള്ള ആ ഒരു ധൈര്യമാണ് മൂസ എത്തിച്ചത്. ഈ ഡു ഓർ ഡൈ എന്ന് പറഞ്ഞത് കലയിൽ ഉയരാൻ തീരുമാനിക്കുന്ന ഇവിടെ വരുന്ന ഓരോ പുതിയ പ്രതിഭകൾക്കും അവരുടെ ഡയറിയിൽ കുറിച്ചു വെക്കാവുന്ന വാക്കുകളാണ്. ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചെങ്കിലും ഇന്ന് മുന്നണിയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള താരങ്ങളിൽ ഒരാളാണ് ജോണി ആന്റണി ചേട്ടൻ. സാന്നിധ്യത്തിന് ഒരുപാട് നന്ദി. ഇനി നമുക്ക് അങ്ങോട്ട് കേശവൻ മാമന് കുറച്ച് നല്ല കൗണ്ടറുകൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ഈ വേദിയിലെത്തുന്നു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ മെൽവിൻ മാനുവൽ. മെൽവിന്റെ മുഖത്ത് എനിക്ക് ഇപ്പൊ തന്നെ ഒരു തിളക്കം കാണുന്നുണ്ട്. എന്തൊക്കെയോ നല്ല തമാശകൾ ഇവിടെ പറയാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. തിളക്കം മേക്കപ്പ്മാന്റെ കഴിവാണ്. എന്തായാലും ബിഷാരി പറഞ്ഞ പോലെ ഒരു വളരെ ആത്മവിശ്വാസത്തിന്റെ ഒരു തിളക്കം ഉണ്ട് കണ്ണുകളിൽ. ഡു ഓർ ഡൈ തീരുമാനിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഹലോ എവരിബഡി, ഐ ആം മെൽബിൻ ഫ്രം കൊച്ചി. നമ്മളെല്ലാവരും ഓരോരോ വിശ്വാസങ്ങളിലും അതിനേക്കാളേറെ അന്ധവിശ്വാസങ്ങളും ജീവിക്കുന്നവരാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമുക്ക് ചില മെസ്സേജ് കാണാം. ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ ഫോട്ടോ കൊടുത്തിട്ട് ഈ ഫോട്ടോ നിങ്ങൾ 5 ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് ദൈവം അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ ഇട്ട് തരും, അല്ലെങ്കിൽ ഫോണിലേക്ക് 100 GB ഡാറ്റ തരും എന്നൊക്കെ. ഇതൊന്നും ഒരിക്കലും നടക്കില്ല എന്നറിയാമെങ്കിലും നമ്മൾ മലയാളം ഷെയർ ചെയ്യും. കാരണം ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ എന്നുള്ളതാണ് നമ്മുടെ മലയാളിലേക്ക് മൈൻഡ് സെറ്റ്. ഈ കഴിഞ്ഞ ഇടക്ക് എനിക്ക് എൻ്റെ വാട്സപ്പിലേക്ക് ഒരു ഭയപ്പെടുത്തുന്ന ഒരു മെസ്സേജ് വന്നു. ഏതോ ഒരു മദാമയുടെ ഫോട്ടോ, എന്നിട്ട് എഴുതിയിരിക്കുന്നു, ഇത് ലൂയിസ ക്ലിക്ലാക്കിയോ, ഇവള് പണ്ട് ഒരു അപകടത്തിൽ കൊല്ലപ്പെട്ടു, ഇവളുടെ ചിത്രം നിങ്ങൾ പരമാവധി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക, അഥവാ നിങ്ങൾ ഷെയർ ചെയ്തില്ലെങ്കിൽ ഇന്ന് രാത്രി അവൾ നിങ്ങളുടെ അടുത്ത് വരും. ഞാനിത് കേട്ട് ഭയപ്പെടുന്നില്ല, എനിക്കിതൊക്കെ ഒന്നും വിശ്വാസമില്ല. പിന്നെ ഈ ഷെയർ ചെയ്യുന്നത് ചിലവില്ലാത്ത കാര്യം കൊണ്ട് മാത്രം ഞാൻ 10 ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് വിട്ടു. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ എൻ്റെ ഒരു പ്രിയപ്പെട്ട ചങ്കിനെ അയച്ചു കൊടുത്തു, അവനെ പേടിക്കട്ടെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായി അവനൊരു ഗ്രൂപ്പിലേക്കോ ആർക്കും ഷെയർ ചെയ്തില്ല. അവിടുത്തെ ഇവന് ഇത്ര ധൈര്യമോ? ഇപ്പം അടിച്ച് ബോധം പോയതാണ്. ഞാനത് അറിയാൻ വേണ്ടി അവൻ്റെ വീടിൻ്റെ മുമ്പിൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് ലാപ്പ് ചെയ്ത് ഞാൻ നോക്കുമ്പോൾ ഉണ്ട് ഇവൻ്റെ വീടിൻ്റെ ബാൽക്കണിയിൽ ജീവിതത്തിൽ ഇതുവരെ കുളിക്കാത്തവൻ കുളിച്ച് കുട്ടപ്പനായി നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് സ്പ്രേ ഒക്കെ അടിച്ച് വടക്കുന്നൊക്കെ എന്തെങ്കിലും തടത്തിൽ ദിനേശനെ പോലെ കയ്യിലും മുല്ലപ്പൂവും ചുറ്റിട്ട് ഇങ്ങനെ നിൽക്കണേ. ഞാൻ ചോദിച്ചു എന്താന്ന് വെച്ചാൽ പറയും, ഒരാൾ വരും വിട്ടോ, പ്രേതത്തിനെ പോലും പ്രതിവിടാത്ത കാട്ടു കോഴിയാണ് എൻ്റെ ചങ്ക് എന്നെനിക്ക് മനസ്സിലായി. എന്തിനും ഏതിനും നേർച്ചെന്താകുന്ന സ്വഭാവക്കാരാണ് മലയാളികൾ. എൻ്റെ അനിയൻ കഴിഞ്ഞ ദിവസം ഒരു ബൈക്ക് പുതിയത് വാങ്ങി. അവന് ആഗ്രഹം വള്ളാപാടം പള്ളിയിൽ പോയി മാതാവിനോട് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ, ഞങ്ങൾ ആ പള്ളിയിൽ പോയി. അപ്പോൾ പുതിയ ബൈക്ക് ആവേണ്ടി അവൻ ദൂരെ തണലത്ത് മാറ്റി വെച്ചിട്ടാണ് പള്ളിയിൽ കയറിയത്. പള്ളി കയറി കഴിഞ്ഞപ്പോൾ ചേട്ടാ
ഞാൻ വണ്ടിയുടെ താക്കോൽ എടുക്കാൻ മറന്നുപോയി. ഒരു വണ്ടി തന്നെ ഇരിക്കണ്. അപ്പൊ തന്നെ മാതാവിനെ നേർച്ചേർന്ന്, മാതാവേ എന്റെ വണ്ടി അവിടെ തന്നെ ഉണ്ടെങ്കിൽ ഞാൻ 100 മെഴുകുതി കത്തിച്ചേക്കാം. ചെന്നപ്പോ ഭാഗ്യത്തിന് ബൈക്ക് അവിടെ ഉണ്ട്. ആശ്വാസമായി. അവൻ ബൈക്ക് എടുത്ത് ഞാൻ പറഞ്ഞെടാ നേർച്ച ഞാൻ വീറ്റേ കേട്ടാ. പക്ഷെ അവൻ 100 മെഴുകുതിരിക്ക് 20 തന്നെ കത്തിച്ചുള്ളു. എന്നിട്ട് ഡയലോഗ്, മാതാവേ ബാക്കി 2 ആഴ്ചയായിട്ട് കത്തിച്ചേക്കാം. ഞാൻ പറഞ്ഞു ഇതെന്ത് തോന്നിയ സാറി പറയുന്നത്? അവൻ പറയാണ് ചേട്ടാ വണ്ടിയായ EMI ആണ്, അപ്പൊ അതിന്റെ നേർച്ച EMI ആയിട്ട് അടച്ചാൽ മതി. പിന്നെ നമ്മുടെ മലയാളികൾ മറ്റേ വിശ്വാസമാണ്, ഞങ്ങൾ ഈ കൈത്തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾ, ഞാനടക്കം തൊഴിലാളികൾക്ക് ഈ പൂജ വെക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഞങ്ങൾ പണിയെടുക്കുന്ന ആയുധങ്ങൾ ഞങ്ങൾ കൊണ്ടുപോയി പൂജയ്ക്ക് വെക്കും. ഞാൻ നോക്കുമ്പോൾ ഒരു ചേട്ടൻ ഒരു ചാക്ക് നിറച്ച് ടൂൾസുമായിട്ട് വന്നേക്ക്. ഞാൻ നോക്കുമ്പോൾ അത് ചൊരിഞ്ഞിട്ടപ്പോൾ ലോകത്തിലുള്ള എല്ലാ വർക്കിന്റെയും ടൂൾസ് ഉണ്ട്. ഞാൻ ഇയാൾ എല്ലാ ജോലിയും ചെയ്യും. ഞാൻ ചേട്ടാ ചേട്ടൻ എല്ലാ പണിയും ചെയ്യും. എന്താ? ഞാനൊരു പണിയും ചെയ്യല. ഇതേ ഇവിടെ നിന്ന് വരാത്ത തൊഴിലാളികൾ ബ്ലാക്കിൽ വിൽക്കാനാണ്. വിശ്വാസം വരെ ബ്ലാക്കിൽ നിന്നാണ് മലയാളികൾ. ഈ തൊഴിൽ മേഖലയുടെ കാര്യം പറയാനല്ലേ, ഇപ്പൊ നമ്മൾ മലയാളികളെക്കാളും നമുക്കിപ്പോൾ ജോലിയൊന്നും ഇല്ലാത്തത് നമ്മളെ മലയാളികളെക്കാളും കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. എന്തിന്? കേരളത്തിൽ പെമ്പിളകൾക്ക് ഒളിച്ചോടാൻ വരെ ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികൾ മതി. അതുപോലെ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഇവിടെ എന്തിനും സ്വാതന്ത്ര്യമാണ്. അവർക്ക് ദേഷ്യം വരുമ്പോൾ ബസ് കത്തിക്കാം, പോലീസ് ജീപ്പ് കത്തിക്കാം. എന്നാൽ നമ്മൾ മലയാളികൾക്ക് കഴിഞ്ഞ December 31 ഒരു പപ്പാഞ്ഞിനെ പോലും കത്തിക്കാൻ പറ്റിയില്ലെന്ന് സത്യം. ഈ December 31 കാര്യമായപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞാനൊരു പ്രോഗ്രാം ചെയ്യുന്നത് രമേശേട്ടാ, മെഗാ ഷോ. അപ്പോൾ ഞങ്ങളുടെ ട്രൂപ്പിലേക്ക് പുതിയൊരു ഗായകൻ വന്നു. പുള്ളി നല്ലതായിട്ട് പാടും, നല്ല ശബ്ദമൊക്കെയാണ്. പക്ഷെ പുള്ളിയുടെ കുഴപ്പമെന്ന് വെച്ചാൽ പുള്ളി പാടുന്ന ഒരു രീതി എന്ന് വെച്ചാൽ പുള്ളി ഒരു എനർജിയും ഇല്ലാതെ വടി വലിന്നിട്ട് മുക്കാല മുക്കാ പുല്ല ലൈല ഓ ലൈല. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞങ്ങൾ കോർഡിനേറ്റ് പരിപാടി പറഞ്ഞ് എടാ ഇങ്ങനെ പാടിയാൽ ശരിയാവൂല, നമ്മളുടെ ട്രൂപ്പ് എനർജറ്റിക് ട്രൂപ്പ്, നല്ല എനർജി വേണം, നീ പാട്ടിനൊപ്പം അതിനനുസരിച്ച് ഡാൻസും ചെയ്യണം, എങ്കിൽ മാത്രമേ ഇനി അടുത്ത പ്രോഗ്രാമുള്ളൂ. അപ്പോൾ ചേട്ടാ അടുത്ത പ്രോഗ്രാം ഞാൻ അത് റെഡി ആയിക്കോളാം. ഓക്കെ, അങ്ങനെ അടുത്ത പ്രോഗ്രാം വന്നു. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഭക്തിഗാനത്തോടെയാണ് പരിപാടി തുടങ്ങുന്നത്. ഇവനെ ഭക്തിഗാനം ഏൽപ്പിച്ചപ്പോൾ പാടിയ രീതി എന്ന് വെച്ചാൽ തിരിഞ്ഞു നിന്നു കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനായ ദൈവമൊന്ന്. കമോൺ, ദൈവമൊന്ന് ദൈവമൊന്ന്. ഇത് ചെയ്തത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ കമ്മിറ്റിക്കാർ പുറകിൽ വന്ന് എന്തൊക്കെയോ ഇത് പിന്നെ ബാക്കി പറയാണ്ടിരിക്കാൻ നല്ലത്. അങ്ങനെ എൻ്റെ പ്രോഗ്രാമൊക്കെ പോയി, ഗ്രൂപ്പിൽ വർക്ക് പ്രോഗ്രാം ഇല്ലാണ്ടായി. പക്ഷെ ഞാൻ ഈ ടച്ച് വിട്ടു ചോദിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം ചെയ്തു. ഫേസ്ബുക്കിൽ ഓരോ ഫലിത ബന്ധുക്കൾ എഴുതാൻ തുടങ്ങി. ദിവസം ഒരു 3-4 ഫലിത ബന്ധുക്കൾ ഞാൻ എഴുതും. ചിലരൊക്കെ ലൈക്ക് ചെയ്യും, കമന്റ് ചെയ്യും. അതിനേക്കാളേറെ എനിക്ക് പേഴ്സണലായിട്ട് കുറേ മെസ്സേജ് അയക്കാൻ തുടങ്ങി. പക്ഷെ എല്ലാവരും അയക്കുന്ന ഒരേ മെസ്സേജ്, ഒരു കോൺടാക്ട് നമ്പർ. എന്നിട്ട് താഴെ എടാ നീ ഇദ്ദേഹത്തെ വിളിക്കൂ, നിന്റെ കഴിവ് തെളിയിക്കേണ്ട സ്ഥലം അവിടെയാണ്. ഞാനോർത്തി അതിലും സിനിമ ഡയറക്ടറോ ചാനൽ ഡയറക്ടറോ ഒക്കെ ആയിരിക്കും. ഞാൻ എൻ്റെ ഫോണിൽ ഡയൽ ചെയ്തപ്പോൾ ട്രൂ കോളർ ഉണ്ട്, അതിൽ കാണിക്കുന്നത് ജോൺസൺ പ്ലാവുങ്കൽ. അപ്പോൾ ഞാനോർത്തതായിട്ട് ഞാൻ നമ്പർ തന്നെ വിളിച്ച് എടാ ഇത് ഏതാണ്ട് ഡയറക്ടറാണോ? ഇത് ഡയറക്ടറല്ല, പുള്ളിക്ക് ഈ പുരാവസ്തുക്കളുടെ ശേഖരണമുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിന്റെ കോമഡി പുള്ളിക്ക് കൊടുത്ത് നല്ല വില കിട്ടുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ എനിക്കും ഒരു അഭിമാനിക്കാവുന്ന കാര്യം, പുള്ളി ജാമ്യത്തിറങ്ങാൻ കാര്യം ഞാനാണ്. പുള്ളിയുടെ കയ്യിൽ നിന്ന് വിളിച്ച പുരാവസ്തുക്കളുടെ ഒറിജിനൽ എൻ്റെ തമാശകൾ മാത്രമായിരുന്നു. ഈ മെൽവിൻ ആളിങ്ങനെ പാവം പോലെ നിൽക്കുകയെങ്കിൽ പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആള് വേറെയാണ്. സൂപ്പർ, അടിപൊളി. മെൽവിനെ വളരെ നന്നായിരുന്നു. അറിയാം മെൽവിൻ ഒരു നിഷ്കളങ്കതയുണ്ട് മുഖത്ത്. താങ്ക് യു സാർ. അത് ശരിക്കും അങ്ങനെയാണോ? ആണല്ലേ. അതുകൊണ്ട് നമ്മളൊരു കുട്ടികൾ പ്രസന്റ് ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ കഥകളും ഒരു പഞ്ച് അല്ല 2 പഞ്ച് വെച്ചുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പിഷാരിയൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ പറയാൻ പറ്റുക, ചിരി ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. ഞാനൊക്കെ ഉറവ പറ്റി എനിക്ക് കുഴൽ കിണർ അടിച്ചോണ്ടിരിക്കുക. കൊള്ളാം മെൽവിനെ, നന്നായിരിക്കും. താങ്ക് യു സാർ. മെൽവിനെ ഞങ്ങളൊരിക്കൽ പാലക്കാട് ഒരു ഷോയ്ക്ക് പോയപ്പോൾ ഇതുപോലെ പുറത്തിറങ്ങി കിടന്ന് പാടുന്നവനുണ്ട്. പാട്ട് തുടങ്ങിയ പുറത്ത് അവനവൻ സ്റ്റേജിൽ കാണിയല്ല, സ്ഥിരം അങ്ങ് പുറത്താ. തുടങ്ങണതിന് മുമ്പ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടത്ത് നമ്മൾ കാണൂല, എവിടെയൊക്കെ നിന്ന് പാടാനാണ്. അപ്പൊ നാരീ നാരീ എന്നുള്ള പാട്ട് ഭയങ്കര ഹിറ്റായിട്ട് നിൽക്കുന്നു. ഞാനിങ്ങനെ നോക്കുമ്പോൾ പുറത്ത് ആൾക്കാർ ഇവനെ തോളത്തെടുത്ത് വെച്ചിട്ട് നല്ലങ്ങ ഞെന്നനകല്ലേ ജിങ്ങലകയോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പാടുന്നുണ്ട്. ഇവനെ തോളത്തെടുത്ത് വെച്ച് പാടുന്നത് ഞങ്ങൾക്ക് കാണാം. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഓർക്കസ്ട്ര മാത്രമേ ഉള്ളൂ, പാട്ടില്ല. എന്താ സംഭവം എന്നൊരു മനസ്സിലായില്ല. ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ എന്താ സംഭവിച്ചു, ഈ തോളത്തെടുത്ത് വെച്ചവർ ഇവനുമായിട്ട് അങ്ങ് പോയി. ഈ കോഡ്ലെസ് മൈക്കിന്റെ റേഞ്ചും കഴിഞ്ഞ് ഉത്സവപ്പറമ്പും കഴിഞ്ഞ് ഇവനെ ഒരു പാടത്തിന്റെ അപ്പുറത്തോണ്ട് ഇറക്കി വിട്ടിട്ട് ഞങ്ങളുടെ ഷോ തീരാറായപ്പോഴാണ് നടന്നു വന്നത്. ഇവനെ വെച്ചില്ലെന്നേ വെള്ളടിയുടെ പുറത്തിറങ്ങി പാട്ടുകാർക്ക് ഒരുപാട് അനുഭവങ്ങൾ എല്ലായ്പ്പോഴും ഈ ഗാനമേളയുമായി ബന്ധപ്പെട്ടുണ്ടാവും. നിന്റെ പരിപാടി ഗംഭീരമായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ശരിക്കും ഒരു ക്രിസ്പ് ആൻഡ് ഫണ്ണി പെർഫോമൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു, നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് അഗെയിൻ. വീണ്ടും വരും അല്ലേ? ഓക്കെ, താങ്ക് യു മെൽവിൻ. വൺസ് അപ്പോൺ എ ടൈമിന്റെ എന്തായി കാണിക്കുന്നത്?
ഇല്ല ഇത് വെറുതെ അങ്ങനെ പോകാൻ പറ്റിയല്ലോ. അതെ, ആരാ ഈ അലമാരിയൊക്കെ മാറ്റി വെക്കുന്ന പോലെ? ആരാ? പുഷ്പരാജ് താഴത്തില്ല. പക്ഷെ നമ്മുടെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ പുള്ളി ചെറുതായിട്ടൊന്ന് താഴെ പോയായിരുന്നു. പക്ഷെ പിടിച്ചു കയറുന്നുണ്ട് ഇപ്പൊ. വീട് എവിടാ? അയ്യോ സാറേ ചതിക്കരുത്. വീടും വീട്ടുപേരും പുഷ്പോട് ചോദിക്കാനേ പാടില്ല. പുള്ളി താന്നു പോകും. ഒരുപാട് താണു പോകും. അത് ചോദിച്ചാൽ പുള്ളി പോകും. ഒരിക്കലും ചോദിക്കരുത്. താഴത്തില്ല. വെറുതെ മുടി വെട്ടി അല്ലേ? മുടി മുറിച്ചു, നീളം കുറച്ചു, വയറിച്ചിരി കൂട്ടാനോ? ചേട്ടാ ഉയരം കുറയ്ക്കുകയും ചെയ്തു. ഉയരം കുറയ്ക്കാനോ? അത് കുറച്ചിട്ടുണ്ട്. എക്സർസൈസ് ഇല്ല. അല്ല, മലയാളികളെ പറ്റിക്കാൻ പറ്റില്ല. എന്തു പറ്റി? എത്ര വേഷപ്പകർച്ചയുണ്ടെങ്കിലും മലയാളികളുടെ മനസ്സിൽ ഇങ്ങനെ കെടുക്കല്ലേ, തിളങ്ങി വിളങ്ങി കെടുക്കല്ലേ. ഒരുപാട് സിനിമകളിൽ ചെയ്തിട്ടുള്ള ആളാണ്. കഥാപാത്രങ്ങൾ ഓരോന്നും ഇപ്പൊ എന്റെ മനസ്സിലൂടെ ഇങ്ങനെ കേറി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക. ഏതാ? അല്ല, സത്യത്തിൽ ഞാനൊരു കാര്യം പറയാം. ചന്ത, മാർക്കറ്റ്, കമ്പോളം അങ്ങനെയുള്ള സിനിമകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും വൈശാലിയിലെ ലോമപാതൻ അത് മലയാളക്കരയ്ക്ക് മറക്കാനേ കഴിയില്ല. നിങ്ങൾ ആരാന്നും പറഞ്ഞ ബാബു ആന്റണി അല്ലേ? ഞാൻ ബാബു തന്നെയല്ല. സോറി ഡീൻ ആന്റണി. സുഹൃത്തെ, ഇത് ജോണി ആന്റണി ചേട്ടനാണ്. CID മൂസ, തുറുപ്പുകുലാൻ, കൊച്ചി രാജാവ്, മാസ്റ്റേഴ്സ്, താപ്പാന, സൈക്കിള്, എത്ര ഹിറ്റ് പടങ്ങൾ ഡയറക്ട് ചെയ്ത ആളാണ്, എത്ര സിനിമകൾ അഭിനയിച്ചിട്ടുള്ള ആളാണ്. തനിക്ക് മനസ്സിലായില്ലേ ഇത്? ജോണി ആന്റണി സാറ്. ഒരാളെ പറ്റി പറഞ്ഞു തരുമ്പോണ്ടല്ലോ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് വേണം പറഞ്ഞു തരാനായിട്ട്. ഇവൻ എന്ത് പറഞ്ഞാലും എനിക്ക് അറിഞ്ഞൂടെ ജോണി ആന്റണി സാറിനെ? വന്നെന്തേ? അല്ല, വന്നത് സാറേ, നമ്മുടെ കേശവൻ മാവൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ കൗണ്ടറുകൾ ഏൽക്കുന്നില്ല, പാരഡികളാകെ ചീറ്റി പോകുന്നു. അദ്ദേഹം വളരെ വയ്യാത്തൊരവസ്ഥയിലാണ്. അപ്പൊ നാട് മുഴുവൻ ഞങ്ങൾ ഇങ്ങനെ നടന്ന് കൗണ്ടറുകൾ ശേഖരിക്കുകയാണ്. ഷാരടി വിരോധമില്ലെങ്കിൽ ഒരുപാട് കൗണ്ടറുകളുടെ സിനിമകളുടെ രാജാവാണ്. അദ്ദേഹത്തിൽ നിന്ന് ഒരു കൗണ്ടർ കിട്ടുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയാം. സാറേ, ഒരു നല്ല കൗണ്ടർ, ഒരു മനുഷ്യന്റെ ജീവൻ, ഒരു കലയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടാ. ഒന്ന് എഴുതരൂ സാറേ. ഇങ്ങോട്ട് മാറിയിരുന്ന് എഴുതി. അല്ലല്ല, അത് ഇത് കേശവമാവന്റെ വീട് എത്ര 16 ചാനലിൽ എത്തും. അതാ പ്രശ്നം. 10ാം ക്ലാസ്സിലെ പരീക്ഷ നോക്കുന്നില്ല. നിങ്ങൾ കേശവമാമൻ എടുത്തു. കേശവമാമൻ ആ കൗണ്ടറായിട്ട് ഇവിടെ തന്നെ അല്ലേ വരുള്ളൂ, വേറെ എവിടെയും പോകില്ലല്ലോ പുള്ളി. ഓക്കെ സാറേ, അടിയിൽ പേര് എഴുതിക്കോ. കോമഡികൾ മോഷണം പോകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോ. സന്തോഷം. സാറിന് നല്ലൊരു കൈയടി നമ്മൾ കൊടുക്കണം. കാരണം ചോദിച്ചപ്പോ കൗണ്ടർ ദാനമായി തരാൻ തോന്നിയ മനസ്സിന്, വലിയ മനസ്സിന് സന്തോഷം സാറേ. ബാ പുഷ്പ, എങ്ങോട്ട് പോരും. അല്ലെങ്കിൽ ഒരു വീട്ടുപേര് ചോദിക്കും. പോരും. കിട്ടി ഡയന. അടുത്ത പയ്യനെ വിളിച്ചോ. ഞങ്ങൾ വിളിച്ചിരുന്ന അവന്റെ കൗണ്ടർ എഴുതി എടുത്തോളാം. നമുക്ക് അടുത്ത പെർഫോമൻസിലേക്ക് പോകാം. Once Upon a Time version 2.0 അടുത്ത സ്റ്റാൻഡപ്പ് കൊമേഡിയൻ മിസ്റ്റർ വർഗീസ് ഫ്രം ഗുരുവായൂർ. സ്വാഗതം ചെയ്യാം. വർഗീസ് ചേട്ടാ, സ്വാഗതം. താങ്ക് യു. എവിടുന്നായിരുന്നു? ഗുരുവായൂർന്നാണ് വർഗീസ് ചേട്ടാ, എനിക്ക് വളരെ സന്തോഷമാണ് വർഗീസ് ചേട്ടനെ പോലുള്ളവർ ഈ പരിപാടിയിലേക്ക് വരുമ്പോൾ. കാരണം നമ്മളൊരു പരിപാടി തുടങ്ങിയിട്ട് ഇങ്ങനെ സ്ഥിരം വരുന്ന ആൾക്കാരെ കൂടാതെ വർഗീസ് ചേട്ടന്റെ ഒരു ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരൊക്കെ ഇതിൽ പങ്കെടുക്കാൻ വരുന്നത് വലിയ സന്തോഷമാണ്. എന്ത് ചെയ്യുന്നു വർഗീസ് ചേട്ടൻ? ഞാൻ ഗൾഫിലായിരുന്നു. ഇപ്പൊ അമ്മയുടെ ഹോം നേഴ്സാണ്. വീട്ടില് അതിനുവേണ്ടി വന്നതാണോ അവിടുന്ന്? ഞാൻ ജോലി പോയി അവിടെ. അപ്പൊ ഇവിടെ വന്ന് കുറച്ചു കാലം ഒരു ഹോസ്റ്റൽ വാർഡനായിരുന്നു. പിന്നെ ഇപ്പൊ കൊറോണ ആ ജോലിയും കളഞ്ഞു. അപ്പൊ വീട്ടിലെ അമ്മയ്ക്ക് സുഖമില്ല. അപ്പൊ അമ്മയെ നോക്കിയിരിക്കുന്നു. ഒരു വലിയ കാര്യമാണല്ലോ അമ്മയുടെ ഹോം നേഴ്സ്. അതെ, മക്കളങ്ങനെയാ പറയുന്നത്. ഇപ്പൊ മക്കളാണ് അങ്ങനെ പറയണേ. ഞാൻ അമ്മയുടെ വലിയ ഒരു ഭയങ്കര ഒരു നല്ല നമുക്ക് തുടക്കത്തിൽ തന്നെ ഒരു ഫീൽ ഉണ്ടാക്കി. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ജോണി സർ. അപ്പൊ നമുക്ക് വർഗീസ് ചേട്ടന്റെ സ്റ്റാൻഡപ്പ് കോമഡി പെർഫോമൻസിലേക്ക് കിടക്കാം. ചേട്ടാ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമസ്കാരം. വർഗീസ് ചെറുവത്തൂർ, അതെന്റെ പേരാണ്. ഗുരുവായൂര്, അത് നമ്മുടെ നാടാണ്. നമ്മുടെ ചെറുപ്പത്തിലെ ഞങ്ങൾക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു വീട്ടില്. ഞാൻ സ്കൂളിൽ നിന്ന് വിട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ ഷോപ്പിൽ പോകും. ഇവിടെ ഇളയപ്പനാണ് എന്റെ ചാർജ്. അപ്പൊ ഞാൻ കടയിൽ പോകുന്നത് വീട്ടുകാർ തരണ ഞാൻ ഇളയപ്പനെ സഹായിക്കാൻ പോവാന്നാ.
സത്യം പറഞ്ഞാൽ ഇളയപ്പ മൂത്രമൊഴിക്കാൻ പോകുമ്പോ നമ്മള് മുട്ടായി കെട്ടുന്നു, അത് പതിവാണ്. ഒരു ദിവസം ഇളയപ്പ ഇത് പിടിച്ചു. അതിൽ പിന്നെ എന്റെ വരവ് ഇളയപ്പൻ ഒരു ബുദ്ധിമുട്ടായി. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ നമ്മുടെ പള്ളിയിൽ ചെന്നു. പള്ളിയിൽ ചെന്ന സമയത്ത് പള്ളിയിലെ കപ്പ്യാരും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു തോമസ് ഏട്ടനും കൂടിയിട്ട് ഭയങ്കര വർത്താനാണ്. അപ്പൊ ഞാൻ അടുത്ത് ചെന്നപ്പോൾ നമ്മുടെ തോമസ് ഏട്ടൻ ചോദിക്കുന്നുണ്ട് കപ്പ്യാരോടെ, നമ്മുടെ കൊച്ചച്ഛൻ ഇങ്ങനെ പോയേ. അപ്പോൾ കപ്പ്യാര് പറയണ, ഒന്നും പറയണ്ട തോമസ് ഏട്ടാ, കൊച്ചച്ഛനെ 2 ആഴ്ചയായിട്ട് ഒരു സ്ത്രീയുടെ പിന്നാലെ നടക്കുക. അപ്പൊ ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ പറഞ്ഞു, അതെ ഇപ്പൊ എന്നൊക്കെ അതിൽ പെട്ടതാണ്. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. പക്ഷെ വീട്ടിൽ വന്നപ്പോൾ സീൻ മാറി. അമ്മ ചോദിച്ചുടാ, നീ ഒരു പെണ്ണിന്റെ സ്ത്രീയുടെ പിന്നാലെ നടക്കാന്ന് തോമസേട്ടൻ കംപ്ലൈന്റ് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞേ, അതൊന്നുമല്ല അമ്മേ, നമ്മള് പള്ളിയിൽ ഒരു നാടകം കളിക്കുന്നുണ്ട്, ആലപ്പി തിയേറ്റേഴ്സിന്റെ. അതിന്റെ പേര് ആ നാടകത്തിന്റെ പേര് സ്ത്രീ എന്നാണ്. അതിന്റെ ടിക്കറ്റ് വെക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പോയില്ലെന്നാണ്. അപ്പൊ ഞാനും പോകാറുണ്ട്. അപ്പൊ എന്താ സംഭവിച്ചാൽ ഞങ്ങള് അച്ഛനെ കൊണ്ടുപോകുന്ന കാര്യം എന്ന് വെച്ചാൽ അച്ഛനുണ്ടെങ്കിൽ ടിക്കറ്റ് വെക്കാൻ എളുപ്പമാണ്. ഒരു പ്രശ്നമില്ല, ആരും ടിക്കറ്റ് വാങ്ങിക്കും, ഒരു പ്രശ്നവും പറയില്ല. അപ്പൊ ഒരു സത്യം പറഞ്ഞു, അതാ ഞങ്ങള് അച്ഛൻ ഒരു മീറ്റിങ്ങിന് പോവുക, നിങ്ങൾ ടിക്കറ്റ് വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ആ ലോഹം ഉണ്ട് നിന്റെ അച്ഛൻ പോകണം പറഞ്ഞു. ഞങ്ങളുടെ ക്രിസ്ത്യാനികൾക്ക് ഇടയിലെ പ്രത്യേകിച്ച് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് കല്യാണം കഴിഞ്ഞാൽ ഫസ്റ്റ് നൈറ്റ് എന്ന് പറയുന്നത് ചെക്കൻ്റെ വീട്ടിലും സെക്കൻഡ് നൈറ്റ് പെണ്ണിൻ്റെ വീട്ടിലുമാണ്. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായ അങ്ങനെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ വിരുന്ന് കൊണ്ടുപോയി. വിരുന്ന് പോയി കഴിഞ്ഞപ്പോൾ അവിടെ പ്രാർത്ഥനയും ഊണും കഴിഞ്ഞ് കാരണന്മാരൊക്കെ കൂടി മട്ടം വളഞ്ഞിരിക്കുക. അവരിങ്ങനെ പല വർത്താനം പറയുന്നുണ്ട്. കൂട്ടത്തിൻ്റെ അമ്മായിപ്പുണ്ട്, അമ്മായിമ്മയ്ക്ക് ഉണ്ട്, കൂടെ ബന്ധുക്കളുണ്ട്. ഈ സമയത്താണ് ഒരു അമ്മാമ്മ ഒരു മൂലയ്ക്ക് എങ്ങനെ കൊന്തെത്തിച്ചിരിക്കുക. ഇപ്പം ഞാൻ വിചാരിച്ചു, കത്തോലിക്ക സഭയ്ക്ക് എന്തായാലും ചിലപ്പോൾ നല്ലൊരു പുണ്യവതിനെ കിട്ടും, എന്തായാലും ഈ അമ്മാമ്മ സ്വർഗത്തിൽ പോകും എന്നൊക്കെ ഞാൻ വിചാരിച്ചിങ്ങനെ ഇരിക്കണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാണല്ലോ, എൻ്റെ മനസ്സ് കൂടിയൊന്നുമല്ല. കാരണം നിങ്ങൾക്കറിയാലോ, കല്യാണം കഴിഞ്ഞിട്ട് 2-ാം ദിവസമാണ് ഞാനിങ്ങനെ വിമിഷ്ടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ അമ്മാനപ്പന് കാര്യം മനസ്സിലായി. എന്താ കാരണം വെച്ചാൽ അമ്മാനപ്പനും ഈ കാര്യം ഇത് കഴിഞ്ഞ് വന്ന ആളാണല്ലോ. അദ്ദേഹം എൻ്റെ അടുത്ത് കൊണ്ട് പറഞ്ഞു, എടാ നീ പോയിട്ട് കിടന്നോ, ഞങ്ങൾ കാരണന്മാർ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് പോകുന്നുള്ളൂ, നീ പോയി കിടന്നോളാൻ പറഞ്ഞു. എല്ലാവരും നല്ല മീറ്ററിലാണ്. ഇത് കേട്ട പക്ഷെ ഞാൻ തട്ടിൻ്റെ മുകളിൽ കയറി. തട്ടിൻ്റെ മുകളിൽ കഴിഞ്ഞാൽ അവിടെയാണ് ഞങ്ങൾ മണിയർ വെച്ചിട്ടുള്ളത്. അങ്ങനെ അവിടെ കയറി ചെല്ലുമ്പോൾ താഴത്തൊരു ആരോ എന്നെ അന്വേഷിച്ചു വന്നിക്കണം. അല്ല, കല്യാണ ചെക്കനെ ഒന്ന് കാണാൻ വന്നതാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വൈഫിനോട് ചോദിച്ചു, ആരാ താഴത്ത് എന്നെ കാണാൻ വന്നുള്ളത്? അപ്പോഴാണ് വൈഫ് പറഞ്ഞത്, അതേ ഞങ്ങളുടെ നാട്ടിലെ LIC ഏജന്റ് ജോസേട്ടനാ. ഈ കാര്യം മനസ്സിലായി. അവൻ ഈ സമയത്ത് വേണം എന്നെ പിടിച്ച് LIC ചേർക്കാൻ. ഈ സമയത്ത് സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഇപ്പം ആദ്യമായിട്ട് കാണാൻ പോവാം. അപ്പം അങ്ങനെ ഞാൻ വിഷമിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ അമ്മാനപ്പ ഇടപെട്ടു. പുള്ളിക്ക് വിവരം അറിയാലോ. അദ്ദേഹം പറഞ്ഞു, അതെ ജോസേ, നീ നാളെ കാലത്ത് പോയോ? നിനക്ക് നാളെ കാലത്ത് അവനെ പരിചയപ്പെടാം, നീ കാലത്ത് പോയോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. ദൈവമേ, അമ്മാനപ്പ ഇടപെട്ടു, അല്ലെങ്കിൽ താഴത്തേക്ക് കാണാം പിന്നെ കാണാൻ വേണ്ടിയിട്ടേ. LIC ഏജന്റ് അല്ല അവൻ വിടുവോ? അവൻ നല്ല ട്രെയിനിങ് ഒക്കെ ഉള്ള ആളാണേ. ഒരാളെ എങ്ങനെ കുപ്പിയിലിറക്കാന്നുള്ളതിനെ കുറിച്ച് PhD എടുത്ത ആൾക്കാരാണ് ഈ LIC-കാർ. ഞാൻ വിചാരിച്ചു എൻ്റെ ഫോഴ്സ് കൂട്ടണോടെ. പിന്നെ പറഞ്ഞു, അല്ല ചേട്ടാ, 1 മിനിറ്റ് മതി, 1 മിനിറ്റ്. ഈ 1 മിനിറ്റ് എന്ന് പറഞ്ഞ LIC-കാരൻ്റെ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ 1 മിനിറ്റ് പോലെയാ. അതായത് 1 കോടി വർഷമാണ്. ഞാൻ വിചാരിച്ചു താഴത്തേക്ക് ഇറക്കുക ചെയ്യും. ഇവൻ അമ്മാനപ്പനെ കുപ്പിയിലിറക്കിയിട്ട് ഇവൻ താഴത്തേക്ക് ഇറക്കും എന്ന് ഉറപ്പിച്ചു. അങ്ങനെ നിർബന്ധിച്ചു വന്നപ്പോൾ അമ്മാനപ്പൻ പറഞ്ഞു, ഡാ നീ കാര്യം ചെയ്യേ, നാളെ കാലത്ത് പോയോ. അവര് ഉറങ്ങി എന്നൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു. അവർ ഉറങ്ങി എന്നങ്ങോട്ട് പറഞ്ഞപ്പോണ്ടല്ലോ, അവിടെ അമ്മാമ്മനെ പറഞ്ഞില്ല, ഞാൻ കൊന്തെത്തിക്കുന്ന അമ്മാമ്മ. ആ അമ്മാമ്മ പറയണ, പിന്നെ ഉണക്കമീൻ തലയ്ക്ക് വെച്ചിട്ടാണ് പൂച്ച കിടന്ന് ഉറങ്ങണേ. ഇത് കുറെ വളർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മക്കളോട് പറഞ്ഞു കഥക്കേടാ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പണ്ട് കാലത്ത് മക്കള് പറയാ, അന്ന് പച്ചമീനായിരുന്നു, ഇപ്പൊ ഉണക്കമീനായിരുന്നു. അപ്പൊ എൻ്റെ അപ്പം പറയാറുണ്ടേ, ഇതാ കല്യാണം കഴിഞ്ഞു വരുന്ന സമയത്ത് നിങ്ങളുടെ അമ്മയുണ്ടല്ലോ ഓട്ടപ്പഴം പോലെയായിരുന്നു, എന്തോട്ടെ കേട്ടാ ഇപ്പൊ ഓട്ടോമുക്കാല് പോലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ വൈഫ് ഈ അടുത്ത കാലത്ത് ഒരു പരീക്ഷ എഴുതാൻ പോയി, ഒരു പ്രമോഷൻ ടെസ്റ്റ് ഉണ്ടാവും. എഴുതാൻ പോയി വന്നപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, എങ്ങനെയുണ്ട് പരീക്ഷ, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അവള് പറഞ്ഞു, നല്ല എളുപ്പമുണ്ട് പരീക്ഷ, നല്ല എളുപ്പമുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളുടെ തൃശ്ശൂർക്കാർക്ക് ഒരു സംഭവമുണ്ട്, എന്തിനും സാമ്പിൾ നോക്കും. നിങ്ങൾ കേട്ടില്ലേ തൃശ്ശൂർ സാമ്പിൾ വെടിക്കെട്ട്, അത് ഫേമസ് അല്ലേ? സാമ്പിൾ വെടിക്കെട്ട് പോലെ തന്നെ ഞങ്ങൾ ചോദിക്കും സാമ്പിൾ. ഇപ്പം ഞങ്ങൾ ഗുരുവായൂർ ഏകശിക്ക് പോയി ചോദിക്കുക. ചെന്ന് കഴിഞ്ഞാൽ കടക്കാരനോട് ചോദിക്കും, ഒരു അലുവേലൊരു കഷ്ണം സാമ്പിൾ തരുമോ, ഒരു ഈത്തപ്പഴം സാമ്പിൾ തരുമോ. അങ്ങനെ സാമ്പിൾ ചോദിക്കുന്ന ആൾക്കാരെ ഞങ്ങൾ. അപ്പം എങ്ങനെയാ വെച്ചാൽ ഈ കിഴക്കേ നട തൊട്ട് പടിഞ്ഞാറ് നട വരെ പോയി കഴിഞ്ഞാൽ ഈ സാമ്പിൾ മേടിച്ച് ഒരു 5-6 കിലോ സാമ്പിൾ നമ്മുടെ വയറ്റിൽ കയറും. അതാണ് ഞങ്ങളുടെ സ്റ്റൈൽ. അങ്ങനെ ഞാൻ വൈഫിനോട് ചോദിച്ചു, അല്ലേ എങ്ങനെയുണ്ട് പരീക്ഷ, ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞേ. അപ്പോൾ പുള്ളി പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ വായിൽ
എത്ര പല്ലുണ്ട് എന്ന ചോദ്യം ഉണ്ടായിരുന്നു. ഞാൻ കൃത്യമായിട്ട് ഉത്തരം എഴുതി 34 പല്ലെന്നാ. ഇത് കേട്ടപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞേ 32 പല്ലെന്നൊക്കെയാണ് ഞാൻ കേട്ടുള്ളത്. അല്ല ഇവൾക്ക് 2 പല്ല് കൂടുതലുണ്ടാ. 32 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടേ. ഞാൻ ഇപ്പോഴും അറിയണേ എൻ്റെ ഭാര്യയ്ക്ക് 2 പല്ല് കൂടുതലാണ്. പക്ഷെ അവൾക്ക് 2 എല്ല് കൂടുതലാന്ന് കല്യാണം കഴിഞ്ഞ സമയത്തേക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അത് കൈമുട്ടിലാണോ കാൽമുട്ടിലാണോ ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. താങ്ക് യു. വർഗീസേട്ടാ നല്ല രസമായിട്ട് പെർഫോമൻസ് ചെയ്തു. വെരി ഗുഡ്. താങ്ക് യു. ചേട്ടാ വർഗീസ് ഇതിനു മുമ്പ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ പ്രവാസിയായിരുന്ന കാലത്തെ ഞങ്ങളുടെ മലയാളി സമാജങ്ങളൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ചെറിയ കോമഡി ചെയ്യാറുണ്ട്. എവിടെയായിരുന്നു? ഗൾഫിലായിരുന്നോ? സൗദി അറേബ്യയിലായിരുന്നു. ഓ അത് ശരി. ശരിക്കും പറഞ്ഞാലേ ഇതൊരു സ്റ്റേജിൽ കയറിയ ഒരു പ്രോഗ്രാം, അത് വലുതോ ചെറുതോ നല്ലതോ ചീത്തയോ നമുക്ക് ആത്മവിശ്വാസമുള്ള ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ ഒരു വേദി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ? അതെ. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞാൽ വൺസ് അപ്പോൺ എ ടൈം തരുന്നത് അല്ലേ? താങ്ക് യു, താങ്ക് യു. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ചത് പൂനെ എന്നാണ്. അപ്പോൾ ഭാര്യയ്ക്ക് മലയാളത്തിൻ്റെ പല പ്രയോഗങ്ങളൊന്നും ആദ്യകാലത്തൊന്നും അറിയില്ല. ഇപ്പോഴും കുറച്ചേ അറിഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഒരു ദിവസം ഞാനും ഭാര്യയും കൂടെ നാട്ടിൽ കൂടെ നടക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരിയും സുന്ദരിയുമായ ഒരു സ്ത്രീ വന്ന് ഞാനും ഭാര്യയും കൂടെ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഭാര്യയോട് പറയാ, എന്നെ പറ്റിച്ചിട്ടാ ഈ നടപ്പ് നടക്കുന്നത്. ഭാര്യയുടെ മുഖം മാറിയിട്ടോ, ഞാൻ പെട്ട്. എന്നിട്ട് ഇപ്പൊ ഭാര്യ ആയല്ലോ. അടുത്ത വരി, എന്നെ പറ്റിച്ചിട്ട് നടക്കുന്നത് ഇപ്പൊ ഭാര്യ ആയല്ലോ. അപ്പൊ എനിക്ക് എന്റെ കയ്യിൽ നിന്ന് പോയിട്ടോ ഇത്ര ആയപ്പോ തന്നെ. ഇവൾക്ക് ഒന്നും മനസ്സിലാവണില്ല. എന്നിട്ട് ഇവളോട് പറയണേ ലൈഫിന്റെ കാര്യമാണേന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ പോക്ക് പോയി. ഞാൻ അന്ന് വന്നിട്ട് ഭാര്യ ചോദിച്ചു ഇത് ആരാ എന്താ വിഷയം? ഞാൻ പറഞ്ഞത് LIC ഏജന്റ് ആണ്, എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ കുറെ നാളായിട്ട് എടുക്കുന്നില്ല. അതാണ് പറ്റിച്ചിട്ട് കിടക്കുമെന്ന് പറഞ്ഞ്. ഇപ്പൊ ഭാര്യയും കൂടെ ആയല്ലോ, ഇനി നിങ്ങൾ രണ്ടുപേരും കൂടെ എടുക്കണം, ലൈഫിന്റെ കാര്യമാണേ എന്ന് പറഞ്ഞിട്ട് പോയത്. ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് എടുക്കേണ്ടി വന്നേനെ എനിക്ക്. പിന്നെ 1 മണിക്കൂർ എടുത്ത് ഞാനിത് വിശദീകരിച്ചു കൊടുക്കാനായിട്ട്. സൂപ്പർ. വർഗീസേട്ടാ വീണ്ടും വരണം. ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു, ആസ്വദിച്ചു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. മൂവിംഗ് ഓൺ ടു our next exclusive segment in Once Upon a Time version 2.0 Excellence Award. ഹാസ്യകലാരംഗത്ത് നിരവധി വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള നമുക്ക് ഏവർക്കും ടെലിവിഷൻ പരിപാടികളിലൂടെയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള സുപരിചിതനായ കലാകാരൻ ശ്രീ കലാഭവൻ ജയകുമാർ. ഏറെ സന്തോഷത്തോടെ നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം ടു എക്സലൻസ് അവാർഡ് സെഗ്മെന്റ്. കലാഭവൻ ജയകുമാരേട്ടൻ കൊച്ചിൻ കലാഭവനിൽ ഒരുപാട് വർഷം ആർട്ടിസ്റ്റ് ആയിരുന്നു. അന്നത്തെ കലാഭവന്റെ ട്രൂപ്പിന്റെ വണ്ടി വന്ന് നിർത്തി കഴിഞ്ഞാല് നല്ല ഒരു 8-9 പേരും ഇറങ്ങും. ഒരു കമ്മിറ്റിക്കാരും അവരോട് ഒന്നും ചോദിക്കില്ല. അതുപോലെ ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരുന്നതിൽ ഒരാളാണ്. കലാഭവന്റെ വേൾഡ് ടൂറിന്റെ വീഡിയോ കാസറ്റിലാണ് ജയകുമാരേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഒരു വർഷം ഞങ്ങൾ ഒന്നിച്ച് ഒരു ട്രൂപ്പിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. വളരെ നാച്ചുറൽ ആയിട്ട്, പൊതുവെ നമ്മൾ മിമിക്രിയിൽ ഉപയോഗിക്കുന്ന വിദ്യകളൊന്നും ഉപയോഗിക്കാതെ തമാശ കൈകാര്യം ചെയ്യുന്ന, അനുകരിക്കുകയാണെങ്കിൽ അധികം ആരും അനുകരിക്കാത്ത ശബ്ദങ്ങൾ അനുകരിക്കുന്ന ഒരു മികച്ച കലാകാരനാണ് ജയകുമാരേട്ടൻ. ഒരുപാട് സിനിമകളിലൊക്കെ ഉണ്ട്. താടിയൊക്കെ പഠിച്ച് അഭിനയിക്കുന്ന ദൃശ്യത്തിലില്ലേ? ദൃശ്യത്തിലുണ്ട്. ജയകുമാർ എനിക്ക് നന്നായിട്ട് അറിയാം, പ്രത്യേകിച്ച് കോട്ടയം. അതെ. പക്ഷേ ഇപ്പൊ പറഞ്ഞ പോലെ ഒരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മിമിക്രി കലാകാരനാണ്. ഒത്തിരി ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റങ്ങൾ, ആറ്റിറ്റ്യൂഡ് ഒക്കെ എനിക്ക് തോന്നുന്നു എവിടെയോ ഒരു നമ്മുടെ മദ്രാസിൽ നിന്നൊക്കെ വരുന്ന ഒരു ഫൈറ്റ് മാസ്റ്റർ അല്ലെങ്കിൽ അവരെ അസിസ്റ്റ് ചെയ്യുന്ന ഒരാളുടെ ഒരു ലുക്ക് ഉണ്ട്. അതെ, ഫൈറ്റ് റോപ്പ് കൊടുത്താൽ ഇപ്പൊ തൂങ്ങും. സലീം കുമാരേട്ടന്റെ വീട്ടിൽ ഗേറ്റ് വെച്ചു. അപ്പൊ ഗേറ്റ് വെച്ചപ്പം അന്ന് ഈ സ്ലൈഡിംഗ് ഗേറ്റുകൾ തുടങ്ങിയിട്ടുള്ളൂ. എല്ലാ ഗേറ്റും ഇങ്ങനെ തുറക്കുന്ന ഗേറ്റാ. സലീം കുമാരേട്ടന്റെ വീട്ടിൽ നിന്ന് പുള്ളിയുടെ സൈക്കിൾ എടുത്തോണ്ട് പുറത്തു പോയിട്ട് സ്ലൈഡിംഗ് ഗേറ്റ് സൈക്കിൾ ഇടിച്ചു തുറക്കാൻ നോക്കിയിട്ട് മുട്ടിന്റെ ചിരട്ട പൊട്ടിയ ആളാണ് ഈ ഇരിക്കുന്ന ആള്. ഉള്ളിവട മേടിക്കാൻ പോയതാ. ഞങ്ങൾക്ക് ചായക്കടയുണ്ട്, ചൂട് ഉള്ളിവട കിട്ടും. ഉള്ളിവട മേടിക്കാൻ പോയതാ. ലിഗമെന്റ് പോയത്. അതൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെ ജയകുമാരൻ. പിന്നെ കട്ടപ്പന രാജു. ഞങ്ങള് ഒരു ജയകുമാരൻ തന്നെ പറയണം. ഞങ്ങള് പ്രോഗ്രാം പോകുമ്പോഴത്തേന് അവിടെ കട്ടപ്പന രാജു എന്ന് പറഞ്ഞ ഒരാൾ പ്രോഗ്രാം, പുള്ളിയുടെ വൻമാഷയുണ്ട്. അപ്പോൾ ഭയങ്കര ജനമാണ്. ഭയങ്കര ജനം എന്ന് പറഞ്ഞാൽ അസാധ്യ ജനം. ഇങ്ങനെ കോട്ടയം സാലിയൻസിന്റെ, കൊച്ചി സാലിയൻസിന്റെ പ്രോഗ്രാം കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. തെക്കാശിപ്പട്ടൊക്കെ ഇറങ്ങി സലിഞ്ചാൻ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് പ്രോഗ്രാം കാണാൻ ഭയങ്കര ജനമാണ്. അവിടെ കട്ടപ്പന രാജുവിന്റെ മിമിക്രി ഉണ്ട്. അപ്പൊ കട്ടപ്പന രാജുവിന്റെ വൻമാഷുണ്ട്. അവിടെ ആ കട്ടപ്പനയിലായി പ്രോഗ്രാം. ഞങ്ങൾ ചെല്ലുമ്പം കട്ടപ്പന രാജു ഞങ്ങളോട് പറയണത് എന്റെ വൺമാൻ ഷോ ഉള്ളതുകൊണ്ട് ഇന്ന് ആൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് കേട്ടോ എന്നാ പറയുന്നത് ഞങ്ങളോട്. അപ്പൊ കട്ടപ്പന രാജുവിന്റെ വിചാരം രാജുവിന്റെ പ്രോഗ്രാം കാണാൻ വന്ന ആളാന്നുള്ള രീതിയിലാണ് രാജു ഇരിക്കുന്നത്.
നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ സലിഞ്ചാന്റെ പ്രോഗ്രാം അല്ലേ, പ്രേക്ഷകർ ഒരുപാടുണ്ടെന്ന കാര്യം നമുക്കറിയാം. പുള്ളി പറഞ്ഞില്ല, ഞാൻ കട്ടപ്പനക്കാരനാണ്, എന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ഞാനിവിടെ പ്രോഗ്രാം ചെയ്യുന്നതാണ്, എന്റെ പ്രോഗ്രാം കാണാൻ വന്ന ആൾക്കാരായി കൂടുതൽ ആൾക്കാരിക്കുന്നത്, കുറച്ച് പേരൊക്കെ എന്റെ വൻമാഷ കഴിയുമ്പോൾ ഏറ്റു പോകുമെന്നും പറഞ്ഞു. അപ്പൊ ഞങ്ങളിത് കാണാനുള്ള ആഗ്രഹത്തിൽ ഞങ്ങളിങ്ങനെ നിൽക്കുക. അപ്പൊ എന്നോട് പ്രോഗ്രാം തുടങ്ങാൻ പോവാണ്, കർട്ടൻ പൊക്കാൻ ആരെങ്കിലും ഒരാളൊന്ന് വരാമെന്ന് ചോദിച്ചു. ഞാൻ പറയാം കർട്ടൻ പൊക്കാൻ കമ്മിറ്റിക്കാർ വന്നാൽ പോലും, ഞങ്ങൾ വരേണ്ട കാര്യമുണ്ട്. അതല്ല, ഇതൊരു സിനിമാ തിയേറ്ററിലൊക്കെ കർട്ടൻ പൊങ്ങുന്ന പോലെ പൊങ്ങണം, പയ്യെ 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 പയ്യെ. വൺമാൻ ഷോ അല്ലേ, അപ്പൊ ഞങ്ങളിങ്ങനെ സൈഡിൽ പോയി നിൽക്കുക. പ്രോഗ്രാം അല്ല, ഞങ്ങളല്ല, നിങ്ങളെ കർട്ടൻ വലിക്കാൻ പോയാ. ഞാനാ കർട്ടൻ വലിക്കുന്ന കർട്ടൻ വലിക്കുന്ന ഞാനാ. ഞാൻ കർട്ടൻ വലിക്കാൻ, ഞാൻ സൈഡിൽ നിന്ന് കർട്ടൻ വലിച്ച് പൊക്കി കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിയുടെ ഷോ തുടങ്ങാം, കട്ടപ്പന രാജുവിന്റെ വൺമാൻ ഷോ. കട്ടപ്പന രാജുവിന്റെ വൺമാൻ ഷോ. വൺമാൻ ഷോ, വൺമാൻ ഷോ, കട്ടപ്പന രാജുവിന്റെ വൺമാൻ ഷോ, വൺമാൻ ഷോ, വൺമാൻ ഷോ, കട്ടപ്പന രാജുവിന്റെ വൺമാൻ ഷോ, കട്ടപ്പന രാജുവിന്റെ വൺമാൻ ഷോ. കട്ടൻ പൊങ്ങി, കട്ടൻ പൊങ്ങിയപ്പോ ഇത്രയും ജനം ഒരു അന്യായ കൂവിച്ച ഇവിടം വരെ വന്ന് മുഖം കണ്ടോടുകൂടി അതൊരു കൂവലാട്ടോ. പുള്ളി അപ്പൊ തന്നെ എന്നെ കൈകൊണ്ട് കാണിച്ചിട്ട് ആദ്യം പ്ലേ ചെയ്തത് അദ്ദേഹത്തിന്റെ എൻട്രി, രണ്ടാമത് സമാപനം, ഉദ്ഘാടനവും സമാപനം ആ സമയം സെക്കൻഡ് വെച്ചത്. എല്ലാം കൂടെ 3 മിനിറ്റ് വൺമാൻ ഷോ, ഉദ്ഘാടനവും സമാപനവും മാത്രമേ ഉള്ളൂ, വൺമാൻ ഷോ ഇല്ല. നമുക്കൊരു ഓർമ്മ തന്നെയാണ് നമ്മുടെ. അല്ല, ഞങ്ങൾക്കൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ പ്രോഗ്രാമിന് സബ് ജയിലിൽ പ്രോഗ്രാമിന് പോയിട്ട് ചോദിച്ചിട്ടുണ്ട്. സബ് ജയിലിൽ പ്രോഗ്രാം കഴിഞ്ഞപ്പോ പ്രതികളോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം എന്ന് ചോദിച്ചു. അന്നേരം പ്രതികൾ പറഞ്ഞു ഇത് പ്രോഗ്രാം ആയിരുന്നു, ഞങ്ങൾ വിചാരിച്ച ഞങ്ങളുടെ ശിക്ഷയുടെ ഒരു ഭാഗമായിരിക്കും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഈ ജയകുമാരേട്ടൻ അനുകരിക്കുന്നതിനകത്തും ബാലൻ കെ നായർ എന്ന് പറയുന്ന നടന്റെ ശബ്ദം അനുകരിക്കുന്ന ചുരുക്കം ചില മിമിക്രിക്കാരിൽ ഒരാളാണ്. അതൊന്ന് കാണിക്കുക ജയകുമാരേട്ട. ആന്ധ്രാക്കാരൻ ഒരു സുന്ദരേന പറ്റോ, നിന്റെ മകൻ ചിരികണ്ഠൻ അവനവിടെയുണ്ട്, അറിയാം, പറയില്ല, മകനല്ലേ. കെ നായനാരും ഇന്നലെ ഇവിടെ വന്നിരുന്നോ, പോലീസിനെ തല്ലിയ കൈ ലേ. അമൃത ടിവിയുടെ ഉരുളക്കൊപ്പേരി എന്ന ഹിറ്റ് സീരിയലിൽ നായക കഥാപാത്രം ചെയ്യുന്ന ജയകുമാർ, കരുനാഗപ്പള്ളി ജയകുമാറിയായിട്ട്. മോനല്ലേ, അയ്യോ അമ്മേ, അർജന്റീനയുടെ കളി കാണാൻ പോകാൻ എനിക്കൊരു 5000 രൂപ തരാമോ? ഇല്ലല്ലേ മോനലി, ഞാനൊരു കവിത പാടട്ടെ. മാവേ മാവേ മാങ്ങാപ്പഴമേ, പ്ലാവേ പ്ലാവേ പ്ലാങ്ങാപ്പഴമേ. വേണ്ടല്ലേ അമ്മേ, ഈ ചുംബന സമരത്തിന് പോകുമ്പോഴേ നമ്മൾ ഇവിടുന്ന് പെണ്ണുങ്ങളെ കൊണ്ടുപോകണോ അത് അവിടെ നമുക്ക് പെണ്ണുങ്ങളെ കിട്ടുമോ? ഇല്ലല്ലേ. ശരി. ഒരു സ്കിറ്റ് തന്നെ, അന്ന് സ്കിറ്റ് വിജയിച്ചു കഴിഞ്ഞാൽ ഒരു സ്കിറ്റ് തന്നെ ആ 4-5 വർഷം കളിക്കും. വേറെ സ്കിറ്റ് നമ്മൾ മാറ്റത്തില്ല, കാരണം ഫസ്റ്റ് ആ സ്കിറ്റ് കളിക്കും. നമുക്ക് പ്രതീക്ഷയുണ്ടല്ലോ ഈ സ്കിറ്റ് വിജയിക്കുന്നുള്ളൂ. തൃപ്പൂണിത്തുറ അമ്പലത്തിൽ 5ാമത്തെ പ്രാവശ്യവും ആ സ്കിറ്റ് കളിക്കാൻ പോകും. യക്ഷിയുടെ സ്കിറ്റാണ്. യക്ഷി വന്ന് പിടിക്കുന്ന ആൾക്കാരെ പിടിക്കുന്ന ഒരു സ്കിറ്റാണ്. 5ാമത്തെ പ്രാവശ്യം സ്കിറ്റ് കളിക്കാൻ നേരം അതിന്റെ അനൗൺസ്മെന്റ് ഉണ്ട്. ഷാജോന്റെ ചേട്ടൻ അച്ചായൻ അനൗൺസ് ചെയ്യുന്നത്, കാലം മാറി കഥ മാറി, യക്ഷി കഥകൾ മുത്തശ്ശികൾ, എങ്ങനെയാണ് അതിന്റെ സംഭവം. അപ്പം അച്ചായൻ അനൗൺസ് ചെയ്യുക, കാലം മാറി കഥ മാറി. അന്നേരം ഫ്രണ്ട് ഇരുന്ന് ഒരുത്തൻ, എന്നിട്ട് ഐറ്റം മാറാറായില്ലേടാന്ന്. ഇവൻ നമ്മുടെ വിശ്വചേട്ടനാണോ വന്നിട്ട് നെടുമുടിയായിട്ട് വയ്യ മടുത്തു ഫ്രണ്ടിൽ നിർത്താൻ ഞങ്ങൾക്കും. മൂത്താശാരിക്ക് എന്നെ തല്ല എന്ന് പറഞ്ഞിട്ട് പുറകിലോട്ട് ഇറങ്ങിയത് ഒറ്റ അടി. മൂത്താശാരിക്ക് എന്നെ തല്ല എന്ന് പറയും, പുറത്തോട്ട് പുറകുള്ള ഒറ്റ അടി അടിച്ചിട്ട് പറയാം ഞാൻ ഇവിടുത്തെ മൂത്താശാരി. ഈ ബാലേട്ടനെയും അല്ലാതെ ഫേവറേറ്റ് സ്റ്റാർ ആയിരുന്നു? പഴയ നടന്ന GK പിള്ള സാറ്, മറ്റേ വില്ലനൊക്കെ ആയിട്ട് അഭിനയിച്ചേ. അതെ. മാർക്കോസ്, ഒരു കാര്യം മനസ്സിലാക്കണം, എപ്പോഴും പണം ചോദിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പണം കഴിക്കുന്ന മരമൊന്നുമില്ല. മരുമകളുടെ സ്വഭാവ ദൂഷ്യം അറ്റാക്ക് വന്ന മുത്തച്ഛൻ അറിയുന്നേക്കാൾ ഭേദം അവളുടെ അമ്മ അറിയുന്നതാണ്. ഞാൻ പോയിട്ട് വരാം മാർക്കോസ്. അപ്പോ ജയകുമാരേട്ട ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഞങ്ങളുടെ ഒരു എളിയ സ്നേഹാദരം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഏറ്റുവാങ്ങണം. അദ്ദേഹത്തിന് ഈ അവാർഡ് നൽകാനായിട്ട് ഞാൻ പിഷാരടി ചേട്ടനെയും ജോണിൻ സാറിനെയും ക്ഷണിക്കുന്നു, പ്ലീസ്.
കലാഭവൻ ജയകുമാറേട്ടൻ അദ്ദേഹത്തോടൊപ്പം ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഒരുപാട് ഒരു 300-350 വേദികളിലെങ്കിലും അദ്ദേഹത്തോടൊപ്പം പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും ഒന്നിച്ചുള്ള യാത്രകളിലും അല്ലാതെയും എല്ലാം ഒരുപാട് ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന, ഇപ്പോഴും ഒരുപാട് ഓർമ്മകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മികച്ച പ്രതിഭയാണ് ജയകുമാറേട്ടൻ. ഇന്നും തിരക്കിട്ട ഒരുപാട് പ്രോഗ്രാമുകൾ, ടെലിവിഷൻ ഷോകളിലെല്ലാം സജീവമായി നിൽക്കുന്ന, ആദ്യം എപ്പോഴോ പറഞ്ഞതുപോലെ ചിരിയുടെ വേറിട്ട വഴികളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു മികച്ച പ്രതിഭ. കലാഭവനിലെ സീനിയർ ആർട്ടിസ്റ്റാണ്. ഒരുപാട് വിദ്യാർത്ഥികൾക്ക്, കാരണം മിമിക്രി പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഏറെ ശ്രമകരമായ ഒരു ജോലിയാണ്. ഒരുപാട് പേർ ഇന്ന് പല മേഖലകളിൽ വിരാജിക്കുന്ന ഒരുപാട് പേരുടെ ഗുരുവാണ് ജയകുമാറേട്ടൻ. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ലഭിച്ചതിൽ നമ്മൾ ഒരുപാട് സന്തോഷിക്കുന്നു. താങ്ക് യു ഏട്ടാ. മെൽവിൻ, വർഗീസ് എന്നീ സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് ആണ് ഇന്ന് പെർഫോം ചെയ്തത്. ഇവരിൽ ആരാണ് ബെസ്റ്റ് പെർഫോമർ കണ്ടുപിടിക്കാം. സ്വാഗതം ചെയ്യുന്നു മെൽവിൻ ആൻഡ് വർഗീസ്. വർഗീസ് ചേട്ടനും മെൽവിൻ ചേട്ടനും രണ്ടുപേരും മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത്. വർഗീസ് ചേട്ടന്റെ ആദ്യത്തെ വേദിയാണ്. മെൽവിൻ ഇതേ വേദിയിൽ ഇതിനു മുമ്പ് വന്നിട്ടുള്ള ആളാണ്. ആദ്യത്തെ വേദിയിലേക്ക് വരാൻ കാണിച്ചതിനുള്ള വർഗീസ് ചേട്ടന്റെ ആ ശ്രമത്തെ നമ്മൾ അഭിനന്ദിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളെ കൂടുതൽ ചിരിപ്പിച്ചത് മെൽവിൻ ആണ്. ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ മെൽവിൻ. നമസ്കാരം. നമസ്കാരം. എന്തായി നിങ്ങളുടെ പിരിവും കാര്യങ്ങളൊക്കെ? സന്തോഷം. ജോണി ചേട്ടാ, നമ്മുടെ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ തൊട്ട് കേശവ മാമന് വേണ്ടിയുള്ള ഒരു പിരിവ് നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഒരു സമാപനമായി അല്ലേ? പിന്നെ നമുക്ക് ഒരുപാട് ആളുകളിൽ നിന്ന് ഒരുപാട് കൗണ്ടറുകൾ കിട്ടി. പക്ഷേ ഏറ്റവും ധന്യമായ ഒരു കാര്യം എന്ന് വെച്ചാൽ സാറിനെ പോലെ ഒരു മഹാന്റെ കയ്യിൽ നിന്ന് നമുക്കൊരു കൗണ്ടർ ഈ നിധിയിലേക്ക് കിട്ടി എന്നുള്ളതാണ്. അതിന് കാണിച്ച മനസ്സിന് ഇതിന്റെ സംഘാടക സമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതെ അതെ. അപ്പൊ ഇത് ഔപചാരികമായ ഒരു ചടങ്ങായിട്ട് നമ്മൾ എല്ലാ കൗണ്ടറുകളും നമ്മൾ പറയുന്നില്ലെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് വന്നത് ജോണി ആന്റണി ചേട്ടൻ എഴുതി തന്ന തമാശ എന്താണ്. ബാക്കിയുള്ളതൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ ഞങ്ങൾ കേട്ടോളാം. പക്ഷെ ജോണി ആന്റണി ചേട്ടൻ എഴുതി തന്ന തമാശ അറിയാനുള്ള വെമ്പൽ ഓരോ പ്രേക്ഷകർക്കും ഉണ്ടെന്നറിയാം. അത് മാത്രം ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രസന്റ് ചെയ്യാണ്. ഒരിടത്ത് അമ്പിളി എന്ന ഒരു ആനപ്പാപ്പാൻ ഉണ്ടായിരുന്നു. അമ്പിളി എന്ന ആനപ്പാപ്പാന്റെ ആനയുടെ പേര് അമ്പിളി എന്ന് തന്നെയായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിനൊരു യാത്ര പോകാൻ ഒരു തയ്യൽ കടയിൽ ചെന്ന് അമ്പിളിക്കൊരു നിക്കർ വേണം എന്നാവശ്യപ്പെട്ടു. ആ തയ്യൽക്കാരൻ പിറ്റേ ദിവസം അമ്പിളി എന്ന ആനയ്ക്ക് ഒരു നിക്കർ അടിച്ചു. പിന്നെ തമാശ കേട്ടോ എഴുതി വെച്ചേക്കുന്നത്. CID മൂസ തുർപ്പൂലാനൊക്കെ ചെയ്ത ഒരാൾ ഇങ്ങനത്തെ തമാശ എഴുതി വെച്ചേക്കുന്നേ. ചേട്ടൻ ഇങ്ങനത്തെ തമാശയാണ് എഴുതി കൊടുത്തേക്കുന്നത്. ഞാൻ എഴുതുന്നില്ല. ആ ജോണി ചേട്ടൻ ഇങ്ങനെ എതിർക്കല്ലേ ജോണി ചേട്ടൻ? ഞാൻ അവിടെ നിന്ന് എത്തി നോക്കിയപ്പോ ജോണി ചേട്ടൻ തന്നെയാണ് സ്വന്തം പേര് എഴുതണമെന്ന് പറഞ്ഞ് അതിനകത്ത് പേരെഴുതിയിട്ടുണ്ടല്ലോ. പേര് വായിക്ക്. ആ, രമേഷ് പിഷാരടി. അമ്പിളിയുടെ നിക്കറ് ഞാൻ എന്ത് കഷ്ടം ജോണി ചേട്ടൻ. എഴുതിയപ്പോ തന്നെ എനിക്കൊരു ഒട്ടും ആത്മവിശ്വാസം ഇല്ലായിരുന്നു. ഒരു ചളം കോമഡി. അതെ. അപ്പൊ പിന്നെ അത് തന്നെയല്ല, എന്റെ ഓഡിയൻസ് ഒരിക്കലും ഞാനിത് എഴുതിയെന്ന് വിശ്വസിക്കില്ല. ഇത്ര ഒരു പോഷ കോമഡി പിഷാരടി ആവുമ്പോ